ഹായ്. ഒരു നാർസിസ്റ്റായിട്ടുള്ള വ്യക്തിയുടെ കയ്യിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമുക്ക് ചുറ്റുമുള്ള സാമൂഹികപരമായിട്ടുള്ള ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും നല്ല നല്ല വ്യക്തിബന്ധങ്ങളും ഇതൊക്കെ നമ്മളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ പതിയെ പതിയെ നമ്മളിൽ നിന്ന് അകറ്റും. എന്നിട്ട് അവരിലേക്ക് മാത്രമാക്കിയിട്ട് നമ്മൾ ചുരുക്കും. എന്നിട്ട് നമ്മളെ ഇമോഷണലായിട്ടും മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും നമ്മൾ കരിയറിലൊക്കെ എവിടെയെങ്കിലും എത്തിപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ തടഞ്ഞിട്ട് നമ്മളെ പരിപൂർണമായിട്ടും തകർക്കും. ഇങ്ങനെ തകർന്നടിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ നാർസിസ്റ്റിൻ്റെ ഇരയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുക. ഇങ്ങനെ ഇരയായി കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് അവരിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് ചുറ്റും നമുക്ക് കോൺഫിഡൻസും സഹായങ്ങളൊക്കെ നൽകാനുണ്ടായിരുന്ന സമൂഹത്തെയും കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ട നല്ല നല്ല ബന്ധങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഇവർ അകറ്റി നിർത്തിയിട്ട് നമ്മളെ മാത്രമാക്കിയിട്ട് അവർ മാറ്റിയിട്ടുണ്ടാവും. നമുക്ക് വേണ്ട കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഇവർ തകർത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ റീബിൽഡ് ചെയ്താലും മാത്രമാണ് നമുക്ക് ഇവരിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുക. ഇങ്ങനെ നമ്മൾ തകർന്നിരിക്കുമ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി നമ്മളിൽ തീരെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. കാരണം നിരന്തരമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും വിമർശനങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ നമ്മളെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് വർത്തും നമ്മളെ വിൽ പവറൊക്കെ ഇല്ലാതാക്കിയിട്ട് ഇനി നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളതിനെ ഉപേക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ നമ്മളെ അടുത്തുള്ള നല്ല നല്ല ബന്ധങ്ങളൊക്കെ നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം ഈ നാർസിസ്റ്റുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ നാർസിസ്റ്റായിട്ടുള്ള വ്യക്തി അയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് നല്ല രീതിയിൽ സ്നേഹപ്രകടനം നടത്തുക എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ബന്ധങ്ങൾ നമ്മളെ നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിലും അതായത് നല്ല രീതിയിലുള്ള പരിചരണമാണ് നമുക്ക് നൽകുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ അവരിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കാനാണ് എപ്പോഴും ശ്രമിക്കുക. അതേപോലെ നമ്മൾ സമൂഹത്തിലേക്കോ വ്യക്തികളിലേക്കൊക്കെ പല പല ആവശ്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവരുടെ ഇടയിൽ നമ്മൾ വെക്കേണ്ട ഒരു ബൗണ്ടറി അത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് അതിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ളതാണ്. അതേപോലെ ഈ നാർസിസ്റ്റായിട്ടുള്ള വ്യക്തികൾക്ക് അവർ നമുക്ക് എത്ര മനസ്സിലായാലും അവരെത്ര അബ്യൂസീവ് ആണെന്നുണ്ടെങ്കിൽ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലും അവർക്ക് ഈസി ആയിട്ട് നമ്മളിലേക്ക് വരാൻ സാധിക്കും. അതിൻ്റെ കാരണം അവർ നമ്മളിലേക്ക് വരുന്നത് തടുക്കാനും നമുക്ക് സപ്പോർട്ടും കോൺഫിഡൻസൊക്കെ തരാനുണ്ടായിരുന്ന സമൂഹത്തെയും കുടുംബത്തെയും വ്യക്തികളെയൊക്കെ നമ്മളിൽ നിന്ന് അകറ്റിയിട്ട് നമുക്കുള്ള കോൺഫിഡൻസും വിൽ പവറൊക്കെ തകർത്തിട്ടുണ്ടാവും അവർ. അതുകൊണ്ട് തന്നെ ഇവർ നമ്മളിലേക്ക് വരുമ്പോൾ ഇവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇവരുടെ വാഹനത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവരെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ പറയണതൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോകും. നമ്മുടെ ഉള്ളിൽ അത്ര രീതിയിൽ നല്ല രീതിയിലുള്ള ഭയം ഇവരെ കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു നാർസിസ്റ്റായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാവുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മളെ വീക്ക് പോയിൻ്റ് ഏതാണ്, നമ്മളെ അല്ലാത്ത പോയിൻ്റ് ഏതാണ്, നമുക്ക് എവിടെ തൊട്ടാണ് സങ്കടം വരിക, ഏത് പോയിൻ്റ് തൊട്ടാണ് ദേഷ്യം വരിക, ഏത് പോയിൻ്റ് തൊട്ടാണ് നമുക്ക് സ്നേഹം വരിക എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അവർ ചുരുങ്ങിയ കാലം കൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് നടത്തുന്ന സ്നേഹപ്രകടനം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്ത് ഏത് തരത്തിലുള്ള സ്നേഹമാണോ നമ്മൾ ആഗ്രഹിച്ചത് ആ രീതിയിലുള്ള സ്നേഹമായിരിക്കും അവർ നമ്മുടെ അടുത്ത് പ്രകടിപ്പിക്കുക. ഈ സ്നേഹത്തിലൂടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കഴിയുമ്പോൾ അവർ വീണ്ടും പഴയ രീതിയിലേക്ക് മാറുന്നുണ്ടാവും. അപ്പോൾ ഈ സ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഇയാളിലേക്ക് പരിപൂർണമായിട്ട് അഡിക്റ്റായിട്ട് പോകും. പിന്നീട് നമുക്ക് മനസ്സിലാവും ഇയാൾ കാണിക്കുന്ന സ്നേഹം കാര്യങ്ങളൊക്കെ കപടമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഇയാളിൽ നിന്ന് അകലാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് കാലം നമ്മൾ അകന്ന് നിൽക്കുമ്പോൾ ഇയാളുടെ ഈ കപടമായിട്ടുള്ള സ്നേഹം കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മയിൽ വന്നിട്ട് നമ്മൾ വീണ്ടും അയാളിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യം ഇയാൾ വന്നിട്ട് നമ്മളെ തകർത്തിട്ടുള്ള നമ്മളെ ഏരിയകളൊക്കെ ഇയാൾ വീണ്ടും വന്നിട്ട് പരിപൂർണമായിട്ട് പിന്നീട് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ നമ്മളെ പരിപൂർണമായിട്ട് അയാൾ തകർക്കാനായിരിക്കും വീണ്ടും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അയാൾ നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അയാളിൽ നിന്ന് പോരാനെടുത്ത തീരുമാനം അത് കൃത്യവും വ്യക്തവും ഉറച്ചതായിട്ടുള്ള തീരുമാനമായിരിക്കണം. കാരണം ഇതിൽ നിന്ന് നമ്മൾ പിന്മാറുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അവർ പല രീതിയിലാണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഏതൊക്കെ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ പരിപൂർണമായിട്ട് കോണ്ടാക്റ്റ് കട്ട് ചെയ്യുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇയാളുണ്ടാക്കിയ ഒരുപാട് മുറിവുകളുണ്ടാവും.
നമുക്കൊരുപാട് വേദനകൾ സമ്മാനിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഹീൽ ചെയ്തിട്ട് നമ്മളെ വീണ്ടും റീബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷനും ഇനി ആ വേദന വരാതെ കുറച്ച് കാലം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഈ മുറിവിനൊക്കെ ഹീൽ ചെയ്തിട്ട് പതിയെ നമ്മളെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴായിരിക്കും ഇയാൾ കഴിഞ്ഞു പോയ കാലത്തിൽ നമുക്കന്ന് സ്നേഹത്തെന്ന ആ കാലത്തെ ഫോട്ടോസോ അല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അത് കാണുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, തകർന്നു പോകും. അങ്ങനെ നമുക്ക് ഈ പുറത്ത് കിടക്കാനുള്ള പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവരായിട്ടുള്ള കോണ്ടാക്റ്റ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾക്ക് അയാളിലുള്ള കുറച്ച് മാനിപ്പുലേഷൻ രീതികളൊക്കെ നമ്മളിലും വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട് മറ്റുള്ള ആളുകൾക്ക്. അതേപോലെ നമുക്ക് മറ്റുള്ള ആളുകളോട് ചെറിയ രീതിയിൽ അസൂയ ഉണ്ടാവും. നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവും, അവരോട് അസൂയ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ നമ്മളുള്ളിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോവും. അതേപോലെ മനോഹരമായിട്ടുള്ള എന്തെങ്കിലും കാണുക അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കാണുമ്പോൾ അവർ അത് പിരിയണമെന്നോ അങ്ങനെയൊക്കെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു മൈൻഡ് സെറ്റ്, അത്തരത്തിലുള്ള ചെറിയ ചെറിയ രീതികളൊക്കെ നമ്മളിലും കടന്നു വരാറുണ്ട്. അതൊക്കെ നമുക്ക് പതിയെ പതിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ, കോണ്ടാക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടണം. എന്നിട്ട് അവരുടെ ഗൈഡ് അനുസരിച്ചിട്ട് അവർ പറയുന്നത് പോലെ നമുക്ക് പതിയെ പതിയെ എന്ത് ചെയ്യുക, അവരിൽ നിന്ന് പുറത്ത് കടന്നിട്ട് സന്തോഷവും സമാധാനമൊക്കെ ഉള്ളൊരു സ്നേഹബന്ധങ്ങളൊക്കെ ഉള്ളൊരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. ഇനി സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടാൻ ഒരു അവസരമില്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സുഹൃത്തുണ്ടാവും, ഇത്തരത്തിലുള്ള വ്യക്തികളെക്കുറിച്ചും അവരുടെ മാനിപ്പുലേഷൻ രീതികളും ഒക്കെ മനസ്സിലാവുന്ന നമ്മൾ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് പതിയെ പതിയെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ പതിയെ പതിയെ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന വിശ്വാസത്തോടെ എന്തെങ്കിലും കുറവുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.